ഷിഗല്ല രോഗബാധ എന്നത് കേരളത്തെ സംബന്ധിച്ചത് ആദ്യത്തെ അനുഭവമല്ല. പക്ഷേ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യം 2025-ൽ 133 പേർക്കാണ് ഈ രോഗമുണ്ടായിരുന്നത്. അതിവേഗം തന്നെ ഇതിൻ്റെ വ്യാപനം തടയാൻ അന്ന് കഴിയുകയും ചെയ്തു. പക്ഷേ ഇക്കുറി 6 മാസമാകുമ്പോഴേക്കും ഈ ഷിഗല്ല രോഗബാധിതരുടെ എണ്ണം ഇരട്ടിയായിട്ടുണ്ട്. മലിനമായ ജലം, അതോടൊപ്പം തന്നെ മോശം ഭക്ഷണം, ഇതൊക്കെയാണ് ഷിഗല്ല രോഗം വ്യാപിക്കാൻ ഇടയാക്കുന്ന സാഹചര്യങ്ങൾ. ഇനിയും 8 പേരുടെ പരിശോധന ഫലം വരാനുണ്ട്. വയനാട്ടിൽ മാത്രമല്ല, തിരുവനന്തപുരത്തും കൊല്ലത്തും ഈ ഷിഗല്ല രോഗബാധിതർ ഉണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഇത് കണ്ടെയ്ൻ ചെയ്യാൻ എന്തെല്ലാം മാർഗങ്ങളാണ് ഇനിയിപ്പോൾ സംസ്ഥാന ആരോഗ്യ വകുപ്പ് സ്വീകരിക്കാൻ പോകുന്നത്? വയനാട്ടിലെ സ്ഥിതി നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? ഗോപീഷൻ, ഇതിൽ നിയന്ത്രണ വിധേയമാണെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. ആരോഗ്യമന്ത്രിയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം അത്തരത്തിലുള്ള ഒരു നിലപാടാണ് അറിയിക്കുന്നത്. പക്ഷേ എന്നാൽ ആശങ്കയല്ല, കൂടുതൽ ജാഗ്രത, ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ജാഗ്രത വേണം എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഇന്ന് ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി പറഞ്ഞ കണക്ക് പ്രകാരം ഈ ഷിഗല്ല രോഗികളുടെ എണ്ണം വയനാട്ടിൽ മാത്രം 9 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു കഴിഞ്ഞു. മറ്റൊന്ന് കോഴിക്കോട് 3 പേർ, കൊല്ലം 2 പേർ, തിരുവനന്തപുരത്ത് 6 പേർ. ഇത് കൺഫേംഡ് ആണ്. ഇതുകൂടാതെ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഷിഗല്ല രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിലുള്ളത് വയനാട്ടിൽ 47 പേരും, കോഴിക്കോട് 3 പേരും, തിരുവനന്തപുരത്ത് 3, കൊല്ലം 2, ഈ രീതിയിലുമാണ്. അപ്പോൾ വയനാട്ടിലെ രോഗികളുടെ എണ്ണം കൂടാനുള്ള സാധ്യതയുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. പരിശോധനാ ഫലം വരുന്ന മുറയ്ക്ക് മാത്രമാണ് അതറിയിക്കുന്നത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഈ ഷിഗല്ല വയനാട്ടിൽ പടരുന്നത് ഈ ബസേലിയസ് സ്കൂളിലെ കിണറിൽ നിന്നാണ്. അതായത് ബോർവെൽ പരിശോധിച്ചപ്പോൾ ബോർവെല്ലിൽ ബാക്ടീരിയ ഇല്ല, പക്ഷേ കിണറിൽ മാരകമായ ബാക്ടീരിയ, പ്രകടശേഷിയുള്ള ബാക്ടീരിയ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഇന്ന് ആരോഗ്യമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷിഗല്ലയുടെ കാര്യത്തിൽ നേരത്തെ നമ്മൾ കണ്ടെയ്ൻ ചെയ്തതുപോലെ പെട്ടെന്ന് ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ചിലപ്പോൾ അതിൻ്റെ മ്യൂട്ടേഷൻ സംഭവിച്ചതോ അല്ലെങ്കിൽ അതിൻ്റെ വ്യാപനശേഷി കൂടിയതോ ഒക്കെ ആയിരിക്കാം. പക്ഷേ തെക്കും വടക്കും ഒക്കെ ഒരേപോലെ ഷിഗല്ല വരുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു അപകട സൂചനയുണ്ട്. അതിൽ കൂടുതൽ ജാഗ്രത നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് മനസ്സിലാക്കാവുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.